നമുക്ക് ചെറുപഴം കൊണ്ട്, അതായത് പാളയംകുടം പഴം കൊണ്ട് നല്ല കിടിലനായിട്ടൊരു അച്ചാർ തയ്യാറാക്കാം. വളരെ വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് ബിരിയാണിക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാവും. മധുരവും എരിവും ഒക്കെ കൂടി ചേർന്ന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ പാളയംകുടം പഴം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മൈസൂർ പഴം എന്ന് പറയും, ആ പഴം കൊണ്ട് തന്നെ നമുക്ക് നല്ല കിടിലൻ രുചിയിലുള്ള അച്ചാർ തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ഒരു പഴം എടുത്ത്, പാളയംകുടം പഴം ആകുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അധികം ആകുമ്പോൾ വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ മുന്നേ ഈ നമ്മുടെ കിച്ചണിൽ തന്നെ ജാം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ ഡിഷിന് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പടലയായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ 3 പടല പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഓരോന്നായിട്ട് ഇതുപോലെ ഉരിഞ്ഞെടുത്ത് എല്ലാ പഴവും നമ്മൾ ഇതുപോലെ ഒരു 3 പീസായിട്ട് കട്ട് ചെയ്യാം. ഇത് ഉണക്കിയെടുക്കാനായിട്ടാണ്. ഉണങ്ങുമ്പോൾ ചെറുതാവും, എന്നാലും നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കടിക്കാനായിട്ട് കിട്ടുള്ളൂ. നല്ല മധുരരസം കൂടിയിട്ട് വരുമ്പോൾ നമുക്ക് വളരെയധികം ടേസ്റ്റുള്ളൊരു അച്ചാറായിരിക്കും ഇത്. പാളയംകുടം പഴം കൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് നല്ല വെറൈറ്റി ടേസ്റ്റ് കിട്ടുക. അപ്പോൾ പഴങ്ങളൊക്കെ നമ്മൾ ഇത്ര കനത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ ചെറുതാണെന്ന് 2 ആയിട്ട് കട്ട് ചെയ്താൽ മതി, ഇടത്തരാഴ്ച 3 എണ്ണമായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോൾ നല്ലോണം ചെറുതാവും. ഒരു 5-6 ദിവസം നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ നമുക്കൊരു സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ ഒന്നും തൊടാണ്ടായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ പഴം ഉണക്കാനായിട്ട് വെക്കാം. ഉണങ്ങിയിട്ട് പഴം അച്ചാർ തയ്യാറാക്കിയ വളരെ നാള് കേടുകൂടാതിരിക്കും. അപ്പോൾ പഴങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ പരത്തി വെക്കണം. ഉണക്കാനായിട്ട് ഒരു 6 ദിവസമെങ്കിലും മിനിമം വേണം കേട്ടോ. നല്ലോണം വെയിൽ കൊള്ളണം, അപ്പോഴാണ് ഇതിങ്ങനെ ഉണങ്ങി ചുങ്ങി ഒന്ന് വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് വെയിലത്ത് വയ്ക്കാം. തുണി വെയിലത്ത് വെക്കുന്ന സ്റ്റാൻഡിന് ഇത് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വെക്കാം. ഇതിപ്പോൾ ഇതിങ്ങനെ ഉണക്കാനായിട്ട് വെക്കുക. ഒരു നൈസ് ഷോൾ അങ്ങാനും ഇതിൽ മുകളിലിടാം, പൊടി വരാണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അപ്പം നമ്മൾ ചെറുപഴം ഒരു 6 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇതിങ്ങനെ അങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരു കിളികിലിന്ന് ശബ്ദം വരെ കേൾക്കുന്നുണ്ട്. അതുപോലെ ഉണക്കിയെടുത്തതാണ്. അല്ലാതെ നല്ലോണം ചുങ്ങി ഇതുപോലെ അതിൻ്റെ എല്ലാ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ ഉണക്കിയെടുത്താലാ നമ്മുടെ ചെറുപഴം കൊണ്ടുള്ള അച്ചാർ കുറേ കാലം കേടുകൂടാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ 6 ദിവസം നല്ല വെയിലത്ത്, അതായത് നല്ല തീ പോലത്തെ വെയിലത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ ഉണക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപഴത്തിൻ്റെ അച്ചാർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഇതിപ്പോൾ ഉണക്കിയെടുത്ത ചെറുപഴം, അതുപോലെ വെളുത്തുള്ളി ഒരു കുടം ചെറുതാക്കി നുറുക്കിയത്, അല്ലി തന്നെ നീളത്തിൽ ചെറുതാക്കി നുറുക്കിയതാണത്, പിന്നെ ഇഞ്ചി പൊടിയായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത്, പച്ചമുളക് ഒരു 6 എണ്ണം ചെറുതാക്കി നുറുക്കിയത്, കാശ്മീരി മുളക് പൊടി ഒരു 3/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, പിന്നെ ഇത് ഉലുവാപ്പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, വിനാഗിരി, നല്ലെണ്ണ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു നല്ലൊരു കടായി വെക്കാം. കടായി ചൂടായി വരുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒരു 1/4 കപ്പ് ചേർക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 4 മണി ഉലുവിടാം ആദ്യം. ശേഷം കടുക് ഇടാം 1 സ്പൂൺ. അത് പൊട്ടി വന്നതിന് ശേഷം വേണം നമുക്ക് ഇനി ബാക്കിയുള്ളത് ചേർക്കാനായിട്ട്. കടുകൊക്കെ അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ചേർക്കാം. 3 വറ്റൽമുളക് ചെറുതാക്കി നുറുക്കിയത് ചേർക്കാം. അതിലേക്ക് 2 കതിർപ്പ് വേപ്പിലയും കൂടി ചേർക്കാം. വേപ്പില ചേർക്കുമ്പോൾ തീയൊന്ന് സിമ്മിലിടാം. ഇനി നമുക്ക് ചെറുതാക്കി നുറുക്കിയ വെളുത്തുള്ളി ചേർക്കാം. പിന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത്. ഇതൊക്കെ ഒന്ന് വഴറ്റ് വന്ന് ഇതിൻ്റെയൊക്കെ ഒരു കളറ് മാറണം, ഒരു ഗോൾഡൻ കളറാവണം. ആ നേരം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് ചേർക്കാം. അപ്പോൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. അച്ചാറിന് നല്ലോണം ഉപ്പൊന്ന് മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പം തന്നെ പെട്ടെന്ന് വാടിയോളും. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ പെട്ടെന്ന് വാടി വന്നോളും. ഇത് കണ്ടോ, ഇതിങ്ങനെ കളർ മാറി വരുന്നുണ്ട്, പെട്ടെന്ന് മാറി വരും. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ്. ഇത്ര കാലം വേണമെങ്കിൽ കേടുകൂടാതെ ഇരുന്നോളൂ.
വെളുത്തുള്ളിയിലൊക്കെ കളർ മാറിയിട്ട് കണ്ട ഒരു ഗോൾഡൻ കളറേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആയിരുന്നാൽ പിന്നെ അച്ചാറിന് ഒരു കേടും വരില്ല. ആ സമയം വരെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ട് കണ്ട ചില വെളുത്തുള്ളി ഇപ്പോഴായിട്ടില്ല. എന്നാലും ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. അപ്പോൾ തീ ഒന്ന് ചുരുക്കിടാം. ഇതിലേക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണേ, അത് ചേർക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളമുണ്ട്. തീ ഒന്ന് ചുരുക്കിയിടാം, എന്നാലാണ് അത് കറക്റ്റ് ഇതാവുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. 1/4 സ്പൂൺ ചേർക്കാം. അധികം കായം മുന്നേ നിൽക്കണ്ട. അപ്പം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഉലുവാപ്പൊടി ഇതുപോലെ 1/4 സ്പൂൺ ചേർക്കാം. ഇത് വേണ്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ അച്ചാറിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചത്, തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ചേർക്കാം. തിളച്ച വെള്ളം വേണം കേട്ടോ ചേർക്കാൻ, ഒരു യോജിപ്പ് വരാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഉണങ്ങിയ പഴം ഉണ്ടല്ലോ, പഴം ഉണക്കിയത് നമുക്ക് ചേർക്കാം. ചെറുപഴം ഇതുപോലെ അധികമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടിയും കുറവുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് ഒന്ന് കുഴമ്പ് പോലെയാക്കാം. വെള്ളം അപ്പുറത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പം നമുക്ക് ഇപ്പം ഈ പഴത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. അച്ചാറാവുമ്പോൾ കുറച്ച് 1 സ്പൂണോളം കല്ലുപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇനി ശർക്കര പൊടിച്ച പൊടി നമുക്ക് ചേർക്കാം. അപ്പോൾ വളരെയധികം ഒരു ടേസ്റ്റും കൂടി കിട്ടും ഈ അച്ചാറിന് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ. അതിപ്പോൾ ഒരു 2 സ്പൂൺ ചേർക്കാം. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കിത് വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചെറുപഴം നമുക്ക് വീട്ടിലുണ്ടാകുമ്പോൾ വേസ്റ്റായി പോവില്ല. ഇങ്ങനത്തെ വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഷുകൾ നമുക്ക് തയ്യാറാക്കാം. പാളയംകുടം പഴം കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. പാളയംകുടം പഴമാണ് വൈൻ കെട്ടാനും അതുപോലെ ഈ അച്ചാർ ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനും ഒക്കെ വളരെ നന്നായിട്ട് തോന്നിയുള്ളത്. അപ്പം നമുക്ക് ഇത് വീട്ടിലൊക്കെ അധികം ഉണ്ടാകുമ്പോൾ ഇതുപോലെ തയ്യാറാക്കാം. അപ്പം ഇതിന് കുറച്ച് വെള്ളക്കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം, ഞാൻ പുറത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർക്കാം. അപ്പോഴൊരു കുഴമ്പ് പോലെ കിട്ടുള്ളൂ. തിളച്ച വെള്ളം ചേർത്താൽ മതി. അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. എന്തോരം ഉപ്പുണ്ട്, ഉപ്പ് പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വിനാഗിരി ഒരു 3/4 കപ്പോളം ചേർക്കാം. അപ്പോഴാണ് അച്ചാർ നല്ല ടേസ്റ്റാവും, കുറേ കാലം കേടുകൂടാതെ ഇരിക്കും ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറുപഴം കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ട് വെറൈറ്റി അച്ചാറാണ്. ഇത് ആരും അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ അധികം ചെറുപഴമൊക്കെ വരുമ്പോൾ ഇതുപോലെ തയ്യാറാക്കാം. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ചില്ലുകുപ്പിയിൽ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിൽ കേടുകൂടാതിരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എല്ലാതും ആ പഴമൊക്കെ ഒന്ന് വലിച്ചെടുക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ ആവില്ല. അപ്പോൾ ഒരാഴ്ചയെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ലോണം ഉണക്കി വെച്ച പഴമാണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാം. വളരെ ടേസ്റ്റുള്ളൊരു ചെറുപഴ അച്ചാറാണിത്. അപ്പം നമ്മുടെ അച്ചാർ നല്ലോണം ചൂടാറിയുണ്ട്. അപ്പം നമുക്കൊരു ചില്ലുകുപ്പിയിൽ മാറ്റി വെക്കാം.